നമുക്കേ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ? ഇഞ്ചിക്കറി ഉണ്ടാക്കാം. വേണ്ടേ? ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അച്ചാർ ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഓണത്തിനുള്ളത്. ഓക്കെ, വേണ്ടേ? അപ്പം ഞാനിത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കട്ട് ചെയ്ത് വിടട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ. അരക്കിലോ വേണ്ട, 1/2 കിലോ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇഞ്ചിക്കറി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണാം നമുക്ക്. ഓക്കെ. ഹലോ. അപ്പം നമ്മളെ 1/2 കിലോ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, ഒരു വാളംപുളി, ഒരു ചെറിയ നാരങ്ങയുടെ പുളിയാണ്, നാരങ്ങുളി വെള്ളത്തിട്ടേക്കണ്. പിന്നെ ശകലം ശർക്കര എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ ഇത് തയ്യാറാക്കാം. നല്ലെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഉണ്ടപ്പുളിയുണ്ട്. പിന്നെ ഇനി നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇത് പിഴിഞ്ഞെടുത്തിട്ട് കണ്ടോ, പിഴിഞ്ഞെടുത്ത് നമുക്ക് ശർക്കരയും ഇതും കൂടെ ഒന്ന് തിളപ്പിക്കണം. പുളിയും ശർക്കരയും കൂടെ ഇട്ട് തിളപ്പിക്കണം. ഞാൻ 50 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും മതി. ഹലോ. ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്ത് നല്ലെണ്ണ ഒഴിക്കണേ. ഇഞ്ചി വറുത്ത് കോരാനാണേ. ഇഞ്ചി വറുക്കാനായിട്ട് അതിൻ്റെ 1/2 കിലോ ഇഞ്ചി കൊണ്ട് തട്ടുവാണേ. നമുക്ക് വറുത്തെടുക്കാം. ഹലോ കൂട്ടുകാരെ, ഇതാണ്ടേ ഇഞ്ചി മൂത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ എടുക്കണം. ഞാൻ കോരുവാണേ. ഇഞ്ചി കോരി മാറ്റിയിട്ട് കണ്ടോ, ഈ പരുവത്തിൽ കരിഞ്ഞു പോകല്ലേ, ഈ പരുവത്തിൽ എടുത്തേ. ഇഞ്ചി ഒന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ. ചെറുതായിട്ട് പൊടിക്കണം, നല്ല പൊടിയല്, ചെറിയ തരിയോട് പൊടിച്ചെടുക്കട്ടെ. പുളിയും ശർക്കരയും കൂടി ഇട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യണേ. തിളച്ച് അപ്പം ഓഫ് ചെയ്യണേ. പൊട്ടിയിട്ടുണ്ട്. താണ്ടേ ഞാനിവിടെ ഒരു 10 മുളക് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എരിവ് വേണം, അതുകൊണ്ട് ഇച്ചിരി എരി വേണ്ടവർ എരി കൂടുതലിട്ട് വേണേ. ഞങ്ങൾക്ക് ഇച്ചിരി എരി കൂടുതൽ വേണം, അതുകൊണ്ടാണ്. പിന്നെ അതിൽ കൂടെ തന്നെ കരിവേപ്പില. അതൊന്ന് ചെറുതായിട്ട് ചുമന്ന് വന്നതിന് ശേഷം ബാക്കിയുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടും. 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ചുമന്ന് വന്നു. ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കാം. തീ കുറച്ചുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇഞ്ചി പൊടിച്ചെടുത്ത് ഈ തരിയിൽ വേണം പൊടിച്ചെടുക്കാൻ കേട്ടോ. ഇത്രയും തരിയിട്ട് പൊടിച്ചെടുക്കണം. ബാക്കിയെല്ലാം ചുമന്ന് വന്നിട്ടുണ്ട്. ഒന്നീ മൺചട്ടിയിലുണ്ടാക്കണം, അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിലുണ്ടാക്കണം കേട്ടോ. ഇപ്പോൾ അതുകൂടെ ഇടുവാണേ. ഒന്നിളക്കി കൊടുക്കാം. ചെറിയ തീയിലാണ് ഇട്ടേക്കണം, കണ്ടല്ലോ. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച പുളിവെള്ളം അത് അതിനകത്തോട്ട് ചേർക്കുവാണേ. കണ്ടോ, ശർക്കരയും പുളിയും കൂടെ. സൂപ്പർ ഇഞ്ചിക്കറി. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഇത്രയും നേരം ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഇനിയാണ് ഉപ്പിടുന്നത്. ഇഞ്ചി തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട എന്നാണെന്നറിയാമോ? ഇത്രയും മതി കേട്ടോ. അഥവാ കട്ടിയായി പോയാൽ ഇച്ചിരി തിളച്ച ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഇനിയാണ് ആവശ്യം ഉലുവ. ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഇട്ടിട്ടുണ്ട് കണ്ടോ.
അപ്പം നല്ലൊരു ഇഞ്ചിക്കറി നിങ്ങളും സദ്യയ്ക്ക് ഉണ്ടാക്കണം. സൂപ്പർ ഇഞ്ചിക്കറി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാൻ കൊടുക്കാം. അടിപൊളി, സൂപ്പർ. എന്താ ടേസ്റ്റ് മോളെ. ചേട്ടായിക്ക് ഇഞ്ചിക്കറി വെച്ചപ്പോഴത്തേക്ക് ചോറ് വേണമെന്ന്. അപ്പം ഇഞ്ചിക്കറി വെച്ച് ചേട്ടായി ചോറ് കഴിക്കാൻ പോവുക. അപ്പം ഇഞ്ചിക്കറി നിങ്ങളും വെച്ച് നോക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നല്ല സൂപ്പർ ഇഞ്ചിക്കറിയാണ്. ഒരു പാത്രം ചോറ് പെട്ടെന്ന് ഇതാണ്ട് ചേട്ടായി കഴിക്കണണ്ട. അതേപോലെ ഇഞ്ചിക്കറി ഇറക്കും മുമ്പേ എല്ലാവരും കഴിക്കാൻ തുടങ്ങും. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഓക്കെ, ബൈ.